സങ്കീർത്തനങ്ങൾ 23 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ഓർമ്മിക്കുക, പാദുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ ഓർമ്മദിനമാണിന്ന്. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ 1195 അന്തോണീസ് ജനിച്ചു. ഫെർഡിനൻഡ് എന്ന പേരിൽ മാമോദീസ സ്വീകരിച്ചു. രാജകൊട്ടാരത്തിലെ ഉന്നത ജോലിയായിരുന്ന പിതാവ് മകനെ രാജകുമാരനെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. 15 വയസ്സുള്ളപ്പോൾ അഗസ്റ്റീനിയൻ സന്യാസികളുടെ മന്ദിരത്തിൽ പഠനം ആരംഭിച്ചു. തുടർന്ന് 17-ാം വയസ്സിൽ കോയിബ്രയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം തുടർന്നു. 25-ാം വയസ്സിൽ ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ശാരീരിക അസ്വസ്ഥത മൂലം മടങ്ങേണ്ടി വന്നു. അദ്ദേഹം അവിടെ നിന്നും കപ്പൽ കയറി. പ്രതികൂല കാലാവസ്ഥ മൂലം കപ്പൽ ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത്. 9 മാസം അദ്ദേഹം മോന്തേപ്പെ വോള ആശ്രമത്തിൽ ഏറ്റവും എളിയ ജോലികൾ ചെയ്ത് താമസിച്ചു. ഫുർലിയിൽ നടന്ന ഒരു പൗരോഹിത്യ ചടങ്ങിൽ അന്തോണീസിനെ പ്രസംഗിക്കുവാൻ ക്ഷണിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ ചാതുര്യം പ്രകടമാകുന്നത്. ഈ പ്രസംഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഫ്രാൻസിസ് അസീസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കുവാൻ ഫാദർ അന്തോണീസിനെ നിയോഗിച്ചു. കടൽ തീരത്ത് പ്രസംഗം നടത്തിയപ്പോൾ മത്സ്യങ്ങൾ പോലും നിരനിരയായി നിന്ന് പ്രസംഗം ശ്രവിച്ചുവെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ ഒരു യഹൂദൻ അന്തോണീസിനെ വെല്ലുവിളിച്ചു. തിരുവോസ്തി വെറും അപ്പക്കഷ്ണമാണെന്നും അതിൽ ദൈവിക സാന്നിധ്യമില്ലെന്നും പറഞ്ഞു. അത് പരീക്ഷിക്കുവാൻ തയ്യാറായ അന്തോണീസ് യഹൂദന്റെ കഴുതയ്ക്ക് യഹൂദൻ ഭക്ഷണം വെച്ച് നീട്ടുകയും അന്തോണീസ് വിശുദ്ധ കുർബാന ഉയർത്തിക്കാട്ടുകയും ചെയ്തപ്പോൾ കഴുത തിരുവോസ്തിയിൽ നോക്കി കുമ്പിട്ടു നിന്നു. ഒരിക്കൽ അന്തോണീസ് ഒരു ഭവനത്തിൽ അന്തിയുറങ്ങേണ്ടി വന്നപ്പോൾ മുറിക്കുള്ളിൽ സംസാരവും ചിരിയും കേട്ട് വീട്ടുടമസ്ഥൻ ഒളിഞ്ഞു നോക്കി. മുറിക്കുള്ളിൽ പരിശുദ്ധ മറിയവും ഉണ്ണീശോയും അന്തോണീസുമായി സംസാരിക്കുന്നതായി കണ്ടു. ഇപ്രകാരം പല അവസരങ്ങളിലും അദ്ദേഹത്തിന്റെ മുറിയിൽ സംഭവിക്കുക പതിവായിരുന്നു. അദ്ദേഹം 36-ാം വയസ്സിൽ 1731 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. വിശ്വാസികളെ ഏറ്റവും ആകർഷിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു പാദുവായിലെ വിശുദ്ധ അന്തോണീസ്. 1232 അദ്ദേഹത്തിന്റെ നാമകരണം നടന്നപ്പോൾ ദേവാലയത്തിലെ മണികൾ താനെ മുഴങ്ങി. 12-ാം പിയൂസ് പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. ഏറെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്ന് ഏറ്റവും ദാരിദ്ര്യത്തിലൂടെ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ഉണ്ണീശോയെ കൈകളിലേന്തി കളിപ്പിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതുപോലെ നമുക്കും ആ ഭാഗ്യം ലഭിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അനശ്വരനാവേ അഭിഷേക വചനത്തിൻ നിറവേ, അഴുകാത്ത നാവേ അനശ്വരനാവേ അഭിഷേക വചനത്തിൻ നിറവേ, അനശ്വര സ്നേഹപിതാവാം ദൈവത്തിൻ ഉപദാനമെത്രയോ വാഴ്ത്തി ഗീതം പാടി. ഓ ഭാഗ്യപൂർണ്ണമാം നാവേ, നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണ്ണമാം നാവേ,
അഭിഷേകവചനത്തിൻ നിറവേ. അഭിഷേകവചനത്തിൻ നിറവേ. അനശ്വരനാവേ അഭിഷേകവചനത്തിൻ നിറവേ. അനശ്വര